വേണു പുറ്റിങ്ങൽ അപകടത്തിൽ ഒരു കാല് നഷ്ടപ്പെട്ട ആളാണ്. അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ആളാണ്. ശരി, ഞാൻ അങ്ങനെ കേട്ടാ എന്റെ ശബ്ദ പ്രശ്നം അല്ലേ? അതിന്റെ വേദന പേര് ജീവിക്കുന്ന ആളുമാണ് വേണു. ഇന്നലെ തൃശ്ശൂരിലെ ആ കാഴ്ച കണ്ടപ്പോൾ മനസ്സിലൂടെ ഓടിപ്പോയത് എന്തൊക്കെയാണ്? തൃശ്ശൂരത്തെ ദുരന്തം പരവൂർ പുറ്റിങ്ങലിൽ നടന്ന ദുരന്തവുമായിട്ട് സാമ്യപ്പെടുത്താൻ പറ്റില്ല എങ്കിൽ തന്നെയും വളരെ വേദന ഉണ്ടാവുന്ന ഒരു ദുരന്തം തന്നെയാണ്. 10-40 പേര് ജോലി ചെയ്തതിൽ 10-13 പേരോളം മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിവ്. അല്ലെങ്കിൽ ബാക്കി ഇനി എത്ര പേര് അതിനടിയിലുണ്ട് എന്ന അറിവ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ ഒരു കാലം നഷ്ടപ്പെട്ടു വന്നു, ഒരുപാട് നാൾ ചികിത്സയിൽ കഴിഞ്ഞു. താങ്കളുടെ 2 മക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവർ നേരത്തെ വീട്ടിലേക്ക് പോയി. അങ്ങനെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ് മൊത്തത്തിൽ അന്ന് ആ ദുരന്തത്തിൽ, അല്ലേ? അതെ അതെ, ഒരു കാലും ഒരു കണ്ണുമാണ് നഷ്ടപ്പെട്ടത്. ഇടത്തെ കാലും ഇടത്തെ കണ്ണും. അത് കഴിഞ്ഞ് അന്വേഷണ റിപ്പോർട്ട് എന്തോ ആയി? വർഷം 10ആയി. എവിടെ ഒന്നും എത്തിയിട്ടില്ല കേട്ടോ. ഈ അന്വേഷണങ്ങളോ അല്ലെങ്കിൽ അതിന്റെ വിചാരണയോ ഒന്നും എവിടെ എത്തിയിട്ടില്ല. എത്തിയിട്ടില്ല. അതിനു മുമ്പ് പറഞ്ഞതുപോലെ അവിടെ 110 പേരാണ് മരിച്ചതെന്നാണ് നേരത്തെ ഇത് റിപ്പോർട്ട് പല ചാനലുകളിലും പല പേപ്പറുകളിലും മാധ്യമങ്ങളെല്ലാം വന്നത്. പക്ഷെ മരണം 110 അല്ല, 110 അല്ല, 210 അല്ല, 310 അല്ല അവിടെ മരണം നടന്നത്. അവർക്ക് അപ്പോഴവിടെ കിട്ടിയ ആൾക്കാരുടെ അഡ്രസ്സും പേരും അപ്പുറത്തുള്ള ആളുടെ ഇപ്പുറത്തുകൊണ്ടിടക്കുക, ഇപ്പുറത്തുള്ള ആളുടെ അപ്പുറത്തുകൊണ്ടിടക്കുക, അങ്ങനെയുള്ളൊരു തറതഗതിയിൽ 110 പേരെ അവർ കറക്റ്റ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ തന്നെ 10-40 പേര് ഒരു വാർഡിൽ കിടപ്പുണ്ട്. കമ്പത്തിൻ്റെ ചികിത്സയിൽ കഴിയുന്നവർ, കാല് മൊത്തത്തിൽ മാംസം പോലും ഇല്ലാതെ എല്ലായിട്ടുള്ളവർ, അല്ലാതെ ഉള്ളവർ, വയറുഭാഗം, നെഞ്ചുഭാഗം ഒക്കെ മാംസം പോലും ഇല്ലാതെ കിടന്നവരുണ്ടായിരുന്നു. അവരിലൊരു 10-14 പേരോളം എൻ്റെ അറിവിൽ മരണപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 70 ചാക്കിനകത്തായിട്ട് മാംസപിണ്ഡങ്ങൾ, തലയും കാലും എല്ലാം മാംസങ്ങൾ മാത്രമായിട്ട് 7 മാസത്തോളം കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിലും മോർച്ചറി വെച്ചിരുന്നു. 7 മാസം കഴിഞ്ഞതിന് ശേഷമാണ് DNA ടെസ്റ്റ് നടത്തി അത് ദഹിപ്പിച്ചത്. അവർ എവിടൊക്കെ ഉള്ളവരാണ്, ഏത് രാജ്യത്തുള്ളവരാണ്, പരവൂരുള്ളവരാണോ, മറ്റ് രാജ്യത്തുള്ളവരാണോ, ബംഗാളികളാണോ, ഹരിയാനക്കാരാണോ, കച്ചവടക്കാർ ഒരുപാട് ഒരു ബംഗാളികളുണ്ടായിരുന്നു. ഇതുവരെ ഒരു പുകമറയായി കിടക്കുകയാണ്. അവർക്ക് കിട്ടിയ അപ്പോഴും മരിച്ചു കിട്ടിയ 110 പേര് മാത്രം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും ശുംഭം. ഇതാണ് അവിടെ നടന്നിരിക്കുന്നത്. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കേസ് എന്തിനു വേണ്ടി നടക്കുന്നു, ഏത് രീതിയിൽ നടത്തുന്നു എന്ന് നമുക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുരന്തത്തിന് കാരണക്കാരായ കമ്മിറ്റി അംഗങ്ങൾ ഉള്ള 15 പേരടങ്ങുന്ന കമ്മിറ്റി, അതിലുള്ളവരെല്ലാം 85 ദിവസം കൊണ്ട് ജയിലിൽ കിടന്നു എന്നുള്ളൊരു വാർത്ത കണ്ടു. അത് കഴിഞ്ഞ് അവരിറങ്ങി. അവരിപ്പോഴും ലാബിഷായിട്ട് പോകുന്നുണ്ട്, വരുന്നുണ്ട്, യാതൊരു പ്രശ്നങ്ങളുമില്ല. ഈ ദുരന്തം സംഭവിച്ച ഞങ്ങളെ കണ്ടാൽ പോലും അവർ തിരിഞ്ഞു പോലും നോക്കൂല, അല്ലെ എങ്ങനെ ഉണ്ട്, എന്താണ് എന്ന് പോലും നോക്കൂല. ആ രീതിയിലാണ്. അതുമാത്രമല്ല, ഈ ദുരന്തം നടന്നിട്ട് ഈ 15 അംഗ കമ്മിറ്റിയിലുള്ള കുടുംബക്കാർക്കോ അവരുടെ സഹോദരങ്ങൾക്കോ അവരുടെ ബന്ധുമിത്രാദികൾക്കോ ആർക്കും ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. ഇതാണ് ഒരുപാട് ദുരൂഹതകളുണ്ട് പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിൽ. അത് ഏറെക്കുറെ കാര്യങ്ങൾ ഞാൻ മൊഴിയെടുത്ത സമയത്ത് ഹൈക്കോടതി ജഡ്ജി അവരുടെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ദുരന്തം ഇന്ന രീതിയിൽ നടന്ന ദുരന്തമാണ്, ഇത് മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ട ദുരന്തമാണ്, അല്ല അപകടമായിട്ടുണ്ടായതല്ല. അത് ഇതെല്ലാം അങ്ങനെ തന്നെ, ഇതെല്ലാം പരോക്ഷമായി, എല്ലാ ദുരന്തങ്ങളും പരോക്ഷമായി അങ്ങനെ തന്നെ. അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.